പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ സമ്പാദിക്കുന്ന പണം സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനും സൂക്ഷിക്കാനും നമുക്ക് ശരിയായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും വ്യത്യസ്തമായി പ്രവാസികൾക്കായി സർക്കാർ നൽകുന്ന ചില പ്രത്യേക അക്കൗണ്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകളാണ് NR അക്കൗണ്ട്, അതുപോലെ തന്നെ NRO അക്കൗണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ട് തന്നെ പലർക്കും സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മൾ ഈ രണ്ട് അക്കൗണ്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും അനുയോജ്യം ഏതാണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. പലരും ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പണം അയക്കുന്നത് അവരുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അവരുടേത് തന്നെ ആയിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടിലേക്കാണ്. ഇതിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഒന്നാമതായിട്ട് ഈ പണത്തിന്റെ എല്ലാം ഉറവിടത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. രണ്ടാമതായിട്ട് ഇതിന് ലഭിക്കുന്ന പലിശയ്ക്ക് നിങ്ങൾ നികുതി നൽകേണ്ടി വരും. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിദേശത്ത് എത്ര രൂപയാണോ സമ്പാദിച്ചതെന്ന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് പ്രവാസികൾക്ക് മാത്രമുള്ള ഈ പ്രത്യേക അക്കൗണ്ടുകൾ. നമുക്ക് ഈ NRE NRO അക്കൗണ്ടുകൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഈ NRE അക്കൗണ്ട് അഥവാ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, ഇത് ആർക്ക് വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്ത് നിന്നും നിങ്ങൾ സമ്പാദിക്കുന്ന പണം, അത് ഡോളർ ആയിക്കോട്ടെ, ദിർഹം ആയിക്കോട്ടെ, റിയാൽ ആയിക്കോട്ടെ, മറ്റേത് കറൻസി ആയിക്കോട്ടെ, അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്. ഇതിന്റെ പ്രധാന നേട്ടം എന്നത് നിങ്ങൾ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മുതലിനും അതിന് ലഭിക്കുന്ന പലിശയ്ക്കും ഇന്ത്യയിൽ നികുതി നൽകേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് പണം അയക്കാൻ നമുക്ക് വിദേശത്ത് നിന്ന് മാത്രമേ കഴിയൂ. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രാൻസാക്ഷനും ഇതിൽ നടക്കില്ല. പക്ഷെ ഈ അക്കൗണ്ടിലെ പണം നമുക്ക് ഇന്ത്യയിൽ നിന്ന് എപ്പോഴും വേണമെങ്കിലും പിൻവലിക്കാം. തിരിച്ച് വിദേശ കറൻസിയാക്കി മാറ്റാനും വിദേശത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കും. നിങ്ങളുടെ വിദേശ വരുമാനം നികുതിയില്ലാതെ നാട്ടിൽ സൂക്ഷിക്കുന്നതിനും ഭാവിയിൽ തിരിച്ച് വിദേശത്തേക്ക് അത് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് എന്ന് കരുതുന്ന NREകൾക്കാണ് ഈ അക്കൗണ്ട് പ്രയോജനപ്പെടുന്നത്. അടുത്തതായിട്ട് NRO അക്കൗണ്ട്, നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, ഉദാഹരണത്തിന് നാട്ടിലെ വീടിന്റെ വാടക, പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന പലിശ, അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ ആ പണമൊക്കെ നിക്ഷേപിക്കാൻ ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. ഈ അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശയ്ക്ക് നിങ്ങൾ ഇന്ത്യൻ നികുതി നിയമങ്ങൾ അനുസരിച്ച് നികുതി നൽകണം. ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വിദേശത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും പണം അയക്കാം എന്നുള്ളതാണ് പ്രത്യേകത. അതേപോലെ ഇന്ത്യയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം പിൻവലിക്കാം. പക്ഷേ ആ പണം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇത് ആർക്കാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വരുമാന സ്രോതസ്സുകളുള്ള പ്രവാസികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അക്കൗണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിദേശ വരുമാനം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് NRE അക്കൗണ്ടും, അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നികുതി ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യൻ വരുമാനം നിക്ഷേപിക്കാൻ NRO അക്കൗണ്ടും ഉപയോഗിക്കാം. ഇതിൽ നികുതി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രവാസിക്ക് നിർബന്ധമായിട്ടും ഈ രണ്ട് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം. എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് അക്കൗണ്ടുകളും ഒരു പ്രവാസിക്ക് വേണമെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എത്ര രൂപയാണ് അയച്ചതെന്ന് നമുക്ക് NRE അക്കൗണ്ട് വഴിയും, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് NRO അക്കൗണ്ട് വഴിയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള വരുമാനം കൃത്യമായിട്ട് കണക്കാക്കാൻ അതിന് കഴിയും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് ഉള്ളത്? NRE അക്കൗണ്ട് ആണോ അതോ ഇപ്പോഴും നാട്ടിൽ നിങ്ങളുടെ പഴയ സേവിങ്സ് അക്കൗണ്ട് ആണോ? അതേപോലെ നമ്മുടെ NRE അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്കും അതിന് കിട്ടുന്ന പലിശയ്ക്കും നമ്മൾ നികുതി കൊടുക്കണ്ട എന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒരു പുതിയ അറിവാണ്. താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നാളെ നമ്മൾ സംസാരിക്കുന്നത് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ എങ്ങനെ ഏറ്റവും മികച്ച വിനിമയ നിരക്ക് നേടാം, പണം അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് ചാർജുകൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്.